വിഷുവിനെ പറ്റി ദിലീപന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. അല്ല, ചോദിക്കണ്ട. എന്താണ് വിഷുവിന്റെ പ്രത്യേകത? എന്താണ് വിഷുവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കത് ഓണത്തിന് കാണാൻ പറ്റൂല. സദ്യ മാത്രമേ ഉണ്ടാവുള്ളൂ, കണി ഉണ്ടാവില്ല, പിന്നെ കൈനീട്ടം കൊടുക്കൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ അതിന് നമ്മുടെ ദിലീപേട്ടൻ തന്നെ ഈ ഫ്ലോറിൽ വരണം. ഇതാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ദിലീപേട്ടൻ. അതിനാണ് ഈ ഫ്ലോറിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇത് നിങ്ങൾക്ക് ഫോണിൽ വിളിച്ചു ചോദിച്ചാൽ പോരായിരുന്ന? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഏത് ചാനൽ ഷോയ്ക്ക് പോണ സമയത്തും ഈ വിഷുവിന്റെ സമയത്തൊക്കെ ഒരു ചോദ്യമുണ്ട്. വിഷുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പ്രത്യേകതയായിട്ട് പറയാനുള്ളത്? നമ്മൾ എന്താ പറയണേ ഇതിനൊക്കെ? വിഷുവിന്റെ സമയത്താകുമ്പോൾ വിഷുവിന്റെ പ്രത്യേകതയല്ലേ ചോദിക്കുക? കഴിഞ്ഞ അവിടുത്തെ വിഷു എങ്ങനെയായിരുന്നു? അയ്യോ, കഴിഞ്ഞ അവിടുത്തെ പോലത്തെ വിഷുവാണേ വേണ്ട. അല്ല, ഞാൻ ഉദ്ദേശിച്ചല്ല. കഴിഞ്ഞ മുമ്പത്തെ ആ വിഷുവൊക്കെ ഉണ്ടല്ലോ. എന്തായാലും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം. എല്ലാ വിഷുവിനും നമുക്ക് സമൃദ്ധിയോടുകൂടി, അതിനാണ് നമ്മൾ താങ്ക്സ് പറയുന്നത്. ആരോട് നന്ദി പറയണമെന്ന്? ദൈവത്തിനോട് നന്ദി പറയണം. കഴിഞ്ഞ വിഷു തൊട്ട് ഈ വിഷു വരെ ഒരു ഗതിയില്ലാണ്ട് പടമില്ല, പപ്പടമില്ല, ഒന്നുമില്ല. കൊറോണയും അതിന് നന്ദി പറയാ. എന്നെ കിട്ടില്ല. കൊറോണ എന്നുള്ളത് അത് ഓണത്തിന് വെച്ചതാ. അത് ഇങ്ങോട്ട് കയറി വന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുണ്ടല്ലേ? ഇന്നസെന്റ് വിഷുവിന് എന്താണ് നമുക്ക് നൽകാനുള്ളത്? അത് ഒരു സർപ്രൈസ് ആണ്. എല്ലാവർക്കും ഇല്ല, ഈ ദിലീപിനും പിന്നെ നാദിർഷാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇപ്പൊ കൊടുക്കണ്ടെന്ന് എന്നോട് നസീർ പറഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞു ഒന്നും ഓർമ്മയില്ല. എനിക്ക് തരില്ല എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു അവർക്കും കൊടുക്കണ്ട. അതാണ് പ്രശ്നം. ഒരു ടെൻഷൻ പോലെ കഴിഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ. അല്ല, അത് കഴിഞ്ഞിട്ട് തുടങ്ങണ്ട. അല്ലേട്ടാ, എന്നറിയോ, നമ്മൾ പാടുക അല്ലെ അതുപോലൊക്കെ ചെയ്യുമ്പോഴേ ഇത് എന്താണെന്നുള്ള ഒരു ജിജ്ഞാസ കിടക്കും. അപ്പൊ പെർഫോമൻസ് ശരിക്കുള്ള പുറത്തേക്ക് വരില്ല. നമ്മളൊരു വീട്ടില് കളയ്ക്കാൻ വരാന്ന് വെക്കുക. ഒരു വീട്ടിലേക്ക് ഒരാള് വൈകുന്നേരം നമ്മള് കാശ് കൊടുക്കുക. രണ്ടും ഏകദേശം ഒന്നും തന്നെയാ. എനിക്കറിയാം. എന്തറിയോ, പുള്ളി അങ്ങനെ കാണുന്നത് എനിക്ക് പണ്ടറിയാം. ഞാൻ പണ്ട് മിസ്റ്റർ ബട്ട്ലർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും വലിയ കാറിലൊക്കെ വരണേ. മനസ്സിലായോ? പുള്ളി ഫോർഡ് വണ്ടിയിലൊക്കെ വരണേ. വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കള്ളിമുണ്ടും ഒരു ചട്ടൊക്കെ ഇട്ടിട്ട് പുള്ളി അവിടെ ഇങ്ങനെ. അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിക്കണു. എന്തു ചേട്ടാ തന്നെ ചിരിക്കണേ? അല്ല, ഞാൻ ആലോചിക്കുക, നമ്മള് വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ വണ്ടിയിലൊക്കെ വരിക, എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ നല്ല കുപ്പായ കഴിച്ച് മാറ്റിയിട്ട് മറ്റേ ഇതൊക്കെ എടുത്തിട്ട് കള്ളിമുണ്ടൊക്കെ എടുക്കും മുടക്കി കുത്തി അടുത്ത പണി തന്നെയാണ് ഇവിടെ. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ശരിയാണ്. ഇയാള് ഇന്ന് വന്നുള്ളൂ. അതിന് വലിയ തമാശക്ക് ഉള്ളത് വേണ്ട. ഗോപിക്ക് മാത്രല്ല, തനിക്കുണ്ടാ കുഴപ്പം. അതേ പറയണത്, ഇടയ്ക്കിടയ്ക്ക് വരാൻ പാടും. എപ്പോഴും ഇവിടെ തന്നെ വന്നിരുന്നിട്ട് കാര്യമില്ല. ഇവര് വിളിക്കാടാ എന്നെ. പച്ചയുടെ കാര്യം ചോദിച്ചപ്പോഴാണ് അല്ലേ ഗോപി? അതാണ് ദിലീപേട്ട. ഇപ്പൊ നമ്മള് കാറിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഒരു പച്ചക്കാർ, ഒരു പച്ച കോണ്ടസ കാർ അല്ലേ, അതിലല്ലേ വന്നത്? അല്ല, ഞാൻ ആദ്യം സത്യത്തിൽ ചേട്ടന്റെ വീട്ടിലേക്ക് ചെന്ന് വേറെ വണ്ടിയില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, എടാ നിന്റെ മൊത്തത്തിലുള്ള വരവിൽ ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു വർഷമായിട്ട് പടവുമില്ല, കാര്യങ്ങളും എല്ലാവരും കുഴപ്പത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഒരു കാര്യങ്ങളും നടക്കണില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്, ഒന്ന് നമ്മൾ പച്ച പിടിച്ച ആൾക്കാരാണ് എന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് വെള്ളക്കാറായിരുന്നത്. അത് പച്ച കടിച്ച് കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. സത്യത്തില് ചേട്ടന്റെ പഴയ വണ്ടിയ വെള്ള. ഇപ്പൊ ഇത് ഈ പച്ച പെയിന്റ് അടിച്ചിട്ട് കല്യാണ ഓട്ടത്തിലേക്ക് കൊടുക്കുക. പടല്ലോ. പക്ഷെ അമൃതയില് ഷോ ഇല്ലേ? അല്ല, ഇയാൾക്കുണ്ടോ അങ്ങനെ ഒരു വണ്ടി? ഇയാൾ കല്യാണത്തിനല്ല, മരണാവശ്യത്തിന് ഇങ്ങനെ വണ്ടി. എന്റെ കല്യാണം അതിന് അടുക്കൊരു തുളയിട്ടിട്ട് അതിനകത്ത് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും. മനസ്സിലായില്ലേ? ദിലീപേട്ടന് ഒരു സമ്മാനമായിട്ട്, വിഷു ആണല്ലോ, ഒരു സമ്മാനമായിട്ട് ദിലീപന്റെ ഏറ്റവും വലിയ ഫാൻസ് വന്നിട്ടുണ്ട്. ഒരു കുട്ടികളെ ഇത്രയും കയ്യിലെടുത്ത വേറൊരു നടനില്ല എന്ന് വേണം പറയാൻ. അത് നമ്മൾ പറഞ്ഞേ പറ്റൂ ദിലീപേട്ട. ഈ ചെറിയ പ്രായം മുതൽ വലിയ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദിലീപേട്ടന് ഭയങ്കര ഫാൻസ് ആയിട്ടുള്ളത് കുഞ്ഞു പിള്ളേർ തന്നെ ആയിരിക്കും. അപ്പൊ ആ കുട്ടി ഫാൻസിനെ നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ഹാപ്പി വിഷു. എല്ലാവരും ഈ അങ്കിള് നിൽക്കണാണ്ട് പേടിച്ചു പോയോ? ഇതിനിടയിൽ തെറ്റി വന്നത് ഞാൻ ദിലീപൻ. ഓ, താങ്ക് യു. ഹാപ്പി വിഷു. അല്ല, ഇതാ തെറ്റി വന്നല്ല, ആ കൊച്ചുങ്ങളുടെ ദിലീപിന് കൊടുക്കാൻ വേണ്ടിട്ട് പ്രത്യേക ഷോട്ട് കിട്ടാൻ. ദിലീപനെ കണ്ടതിൽ ഹാപ്പിയാണോ നിങ്ങളെല്ലാരും? അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു പറയണ്ടേ? ഹാപ്പി വിഷു. ഇത് പിടിച്ചേ. അല്ല, ഇത് പിടിച്ചേ.
ദിലീപേട്ടൻ എന്താ സ്നേഹത്തോടെ കൊടുത്തതാണല്ലേ? അതെ. സ്നേഹത്തോടെ പിടിക്കാൻ കൊടുത്താ കൊറേ നേരം ഞാൻ അതെ ഇത് പിടിക്കും. കൈനീട്ടം കൊടുക്കാൻ. ഓ നിങ്ങളാള് കൊള്ളാം. എല്ലാവരും ഓരോന്ന് കൊണ്ടു നടന്നിട്ട് ഹാപ്പി വിഷു അയ്യേ ഹാപ്പി വിഷു. അയ്യേ ഇതല്ല, ഇത് പറ്റില്ല. പൈസ കൊടുക്കും. ക്യാഷ് കൊടുക്കണം. വിഷു ക്യാഷാ. ഇത് പറയണ്ടേ എന്റെ അടുത്ത്? എല്ലാവരും കണ്ണടച്ച് നിന്നോളാ. ഏട്ടാ ഏറ്റവും വലിയ ഇതാണ് ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ആരും അങ്ങോട്ട് ഒന്നും നോക്കണ്ട. ഹാപ്പി വിഷു ഹാപ്പി വിഷു. അയ്യോ മകന്റെ കുട്ടിക്ക് ഓക്കെ ഓക്കെ എത്രയാണ്? 500 രൂപ. കോവിഡ് ഒക്കെ ഭയങ്കര ടൈറ്റാ. 10 രൂപയുള്ളല്ലോ അല്ലേ? അത് പിന്നെ ദിലീപന്റെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് 10 കുറവാണ്. മക്കളെ ഞാനേ ഇത് ടിവിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നോണ്ട് ഞാനത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് കൂടി തരാം. ഇല്ലെങ്കിൽ ഇത് കണ്ട എന്റെ വീട്ടിലും പ്രശ്നവും. അതെന്താ? ഞാനവിടെ 5 രൂപ കൊടുത്തു. എല്ലാരും ഉഷാറായ ആ 10 രൂപ കിട്ടി എന്റെ സന്തോഷം കാണിക്ക്. ഇത്രയും സന്തോഷം കിട്ടുള്ളൂ. 10 രൂപ ഇട്ടിട്ട് എന്ത് സന്തോഷം. മോളെ പണ്ട് 25 പൈസ എനിക്ക് കിട്ടിയിരുന്നു. ഈ കണിക്കൊന്നും 10 രൂപയ്ക്ക് കിട്ടൂല. അതാണ് 10 രൂപയ്ക്ക് 10 രൂപയ്ക്ക് കണിക്കൊന്നും കിട്ടൂല. ആ 10 കൊണ്ട് കൊണ്ടുവന്നത് പോലും ഒരാൾക്ക് കൊടുക്കണം കേട്ടാ. മോന്റെ കുട്ടിക്ക് മോന്റെ കുട്ടിക്കും എങ്ങനെ നേരെയാവുന്ന Okay, set. ഇപ്പൊ ഇവിടെ വന്നതിൽ ഹാപ്പി ഹാപ്പി വിഷു. ഓക്കെ എല്ലാരും നമ്മളൊരു ഫോട്ടോ എടുക്കാം. സെൽഫി എടുക്കാം. ഹാപ്പി വിഷു എല്ലാവരും ഒരുമിച്ച്. ഹാപ്പി വിഷു.